ഇവിടെ കുറേ അധികം ആധുനികമായ സാധനങ്ങളുണ്ട്. എല്ലാം കാണിച്ചു തരാം. കോയിൻസ് ഉണ്ട്, ഇടയ്ക്കോ കോയിൻസ് ഉണ്ട്. ഹോങ്കോങ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ഫിൻലാൻഡ്, വില്യം, ജപ്പാൻ, വിക്ടോറിയ ക്വീൻ. പിന്നെ ഒരു സാധനമുള്ളതാ കിങ് ജോർജിയ, ഈസ്റ്റ് ആഫ്രിക്ക, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗൈസ്, ഇതറിയാത്തവരെ കുറവായിരിക്കും. കുറേ സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ. ഇന്ത്യയുടെ പടമാണല്ലോ. ബുക്സ് ഫോർ സെയിൽസ് ഗൈസ്. ഡേഞ്ചറസ് വെപ്പൺസ്. സിക്കിൾ ഗൈസ്. കുറേ ശില്പങ്ങൾ, സംഭവവികാസങ്ങളെല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ. ഹൈലൈറ്റ് ഗൈസ്, സ്റ്റഫ്ഡ് പാന്തർ. ഇത് സ്റ്റഫ്ഡ് പാന്തർ ഗൈസ്. മോഡേൺ പ്ലേസ് ബംഗളൂരു. സ്റ്റഫ്ഡ് പാന്തർ. വാവ്. റൈറ്റർ. വേറെന്താ കുറേ സാധനങ്ങൾ. ടൈപ്പ് റൈറ്റേഴ്സ് ഗൈസ്. സീൽ ഓഫ് ഹെല്ലീർ കിങ്സ്. സീൽസ് ഓഫ് മെഡിഗരി റീജിയൻ. Decorative lion. ഇങ്ങനത്തെ കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പുരാതനമായ കുറേ സാധനങ്ങൾ. പാം ലീഫ് ഗൈസ്, താലിയോല. ഗൺസ്. ഇവിടെ കുറേയധികം ശില്പങ്ങൾ, പെയിൻറ്റിങ്സ്, വെപ്പൺസ്. ഒരു ഗവൺമെൻറ് മ്യൂസിയമാണിത്. കല്ലുകൊണ്ട് കൊത്തിയ കുറേ ശില്പങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഗൈസ്. അതേപോലെ പഴയ കോയിൻസ്, ബുക്സ് ഫോർ സെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ അത്യാവശ്യം കാണാനുണ്ട് ഗൈസ്. ചെറിയൊരു മ്യൂസിയമാണ്. അതേപോലെ ഇതിൽ മറ്റേ പാന്തർ ഉണ്ട്, സ്റ്റഫ്ഡ് പാന്തർ ഫ്രം ബാംഗ്ലൂർ മോഡേൺ പീരീഡുള്ള സമയത്ത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഐറ്റംസ്. എനിക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ വാല്യൂ മനസ്സിലാകത്തായിരിക്കും. എനിവേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെയിനായിട്ടും ആ സ്റ്റഫ്ഡ് ബ്ലാക്ക് പാന്തറാണ് ഗൈസ്. അപ്പോൾ ഇവിടം വരെ വരുന്ന സമയത്ത് ഇത് കൂടി ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത സ്പോട്ട് പോകാം. എക്സ്പ്ലോർ ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് കൂടിയുണ്ട്. മ്യൂസിയം എക്സ്പ്ലോർ ചെയ്തില്ല ഗൈസ്. മെയിനായിട്ടുള്ള ഇതാണ് മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ് ഗവൺമെൻറ് മ്യൂസിയം മെഡിഗേരി. ഇവിടെ ഒരു ഫോട്ടോ കൂടിയുണ്ട് ഗൈസ്, അതുകൂടി ചെക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ ഇവിടെ അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഇതിലൂടെ വരികയാണെങ്കിൽ ചെക്കറും ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഗൈസ്. അങ്ങനെ കണ്ടുപിടിച്ചു. നമുക്ക് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി വെച്ചാൽ ഒരു മലയാളത്തിൽ സ്റ്റോണിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാം. കണ്ടോ, മലയാളത്തിൽ എഴുതി വെച്ചാണ് സ്റ്റോൺ. ഇൻസ്ക്രിപ്ഷൻ 11th to 12th century പ്ലേസ് വാഗമണ്ണില്ല. ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട്. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ഈ ഫോട്ടോസ് മാത്രമാണ് നമുക്ക് കയറാൻ പറ്റുക ഗൈസ്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടന്ന് പോവാം. ജസ്റ്റ് ഫോർട്ട് അവിടം വരെ പോകാൻ തോന്നുന്നു ഗൈസ്. അവിടം വരെ പോയിട്ട് അവിടെ പോയിരിക്കും. അത്രയൊക്കെ ഇവിടെ മെയിനായിട്ട് കാണുള്ളൂ. Let's check it out guys. ഹമ്പുണ്ട്. ഇങ്ങനെ കയറി പോവാം. ഇവിടുന്ന് അവിടെ വരെ നടക്കണം. അങ്ങോട്ട് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇവിടെ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. പിന്നെ 2 ആനകളുണ്ട്. അട്ടപ്പൊരു പേരാണ്. നല്ല ഫ്രെയിമാട്ടോ. പക്ഷേ ഇവിടുന്ന് ഫോട്ടോ നല്ല ഫ്രെയിമാണ്. പക്ഷേ എനിക്കെന്തോ ഞാൻ ഫോട്ടോ എടുത്തതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കുഴപ്പമാണോ ഫ്രെയിമിൻ്റെ കുഴപ്പമാണോ അറിയില്ല. അത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് ഇവിടെ കാണാൻ ഗൈസ്.
മ്യൂസിയത്തിലെ സ്റ്റഫ്ഡ് പാൻറ്റർ അത്യാവശ്യം കൊള്ളാം, നൈസായിരുന്നു. ആനയുണ്ട്, അത്രയൊക്കെ തന്നെ. ചുറ്റി 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 ഇതാ ഇവിടെ എത്തി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചുറ്റി 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 ഇവിടെ എത്തും. നമ്മൾ വണ്ടി വെച്ച സ്ഥലം ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ എത്തുള്ളൂ. ഓക്കെ ബൈ. നമ്മൾ രാജാവിൻ്റെ ടൂമ്പ് കാണാൻ വന്നതാണ്. ഐ തിങ്ക് പ്രോബബ്ലി നമ്മൾ ആദ്യം കണ്ട കൊട്ടാരത്തിൻ്റെ രാജാവിൻ്റെ ടൂമ്പായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ. ചെക്ക് ഇറ്റ് ഔട്ട്. നല്ല അടിപൊളി സാധനം. ആ 1 മണിക്കൂർ വെയിറ്റ് ചെയ്താലും സാധനം കിട്ടി. കൊള്ളാമോ? കൊള്ളാം കൊള്ളാം. ആ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാട്ടർഫാൾ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വാട്ടർഫാൾ. ഞാൻ വാട്ടർഫാൾ കാണിച്ചു തരാം ഗൈസ്.